ഫ്രണ്ട്സ്, നിങ്ങൾ എത്രത്തോളം നന്നായി പഠിച്ചാലും എത്ര കോൺഫിഡന്റ് ആണെങ്കിലും ശരി, പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതോടെ പലപ്പോഴും ആത്മവിശ്വാസം കുറയാൻ തുടങ്ങും. അറിയാതെ തന്നെ ചില തെറ്റുകൾ നമ്മൾ വരുത്തും. റിസൾട്ട് വരുമ്പോൾ വിചാരിച്ചതിനേക്കാൾ 20 മാർക്കൊക്കെ കുറവായിരിക്കും. ഞാൻ ഒരു തെറ്റും വരുത്തിയില്ലല്ലോ, പിന്നെന്താ മാർക്ക് കുറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കും. 99.9% വിദ്യാർത്ഥികളും പരീക്ഷാ ഹാളിൽ ഈ അദൃശ്യമായ തെറ്റുകൾ വരുത്താറുണ്ട്. പേപ്പർ കറക്ഷൻ ചെയ്യുന്ന ടീച്ചേഴ്സ് പറയുന്നത് ചെറിയൊരു അശ്രദ്ധ കൊണ്ട് മാത്രം ഫുൾ മാർക്ക് കിട്ടേണ്ട കുട്ടിക്ക് 0 മാർക്ക് കിട്ടേണ്ടി വരാറുണ്ട് എന്നാണ്. നിങ്ങളുടെ മാർക്ക് കളയുന്ന ആ 5 രഹസ്യ തെറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മിസ്റ്റേക്ക് 1, ഹാലുസിനേഷൻ, ചോദ്യം തെറ്റായി മനസ്സിലാക്കൽ. പരീക്ഷാ ഹാളിൽ നമ്മുടെ ബ്രെയിൻ ഒരു പ്രത്യേക രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ചോദ്യം മുഴുവനായി വായിക്കുന്നതിന് പകരം ചില കീവേഡുകൾ മാത്രം അത് ശ്രദ്ധിക്കും. ഉദാഹരണം, എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രം എന്ന ചോദ്യത്തിൽ എക്സ്പ്ലെയിൻ എന്നത് മാത്രം കണ്ട് വിവരണം എഴുതി ചിത്രം വരയ്ക്കാതെ വരുന്നു. അല്ലെങ്കിൽ വൈ എന്ന് ചോദിച്ച ചോദ്യത്തിന് നമ്മൾ പഠിച്ചു വെച്ച ഹൗ എന്ന ഉത്തരം എഴുതുന്നു. പരിഹാരം, ചോദ്യം എത്ര പരിചിതമാണെന്ന് തോന്നിയാലും അത് അവസാനം വരെ 2 വട്ടം വായിക്കുക. നിങ്ങൾ പഠിച്ച ചോദ്യം തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തുക. മിസ്റ്റേക്ക് 2, ഓവർ തിങ്കിങ്, അമിതമായ ചിന്ത. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ അത് ഓർത്തെടുക്കാൻ കഠിനമായി ശ്രമിക്കും. എന്നാൽ 4 മിനിറ്റിൽ കൂടുതൽ ഒരു ചോദ്യത്തിന് വേണ്ടി ചിന്തിച്ചാൽ തലച്ചോറിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടും. ഇത് നിങ്ങളുടെ ചിന്താശേഷിയെ 40% വരെ കുറയ്ക്കും. അതായത് നിങ്ങൾ എത്ര കൂടുതൽ ചിന്തിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ കാര്യങ്ങൾ മറന്നുപോകും. അതുകൊണ്ട് ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ 4 മിനിറ്റിൽ കൂടുതൽ അവിടെ നിൽക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുക. മനസ്സ് ശാന്തമാകുമ്പോൾ ആ ഉത്തരം തനിയെ ഓർമ്മ വരും. മിസ്റ്റേക്ക് 3, സ്ട്രക്ചർ ബ്രോക്കൺ, ചിട്ടയില്ലാത്ത ഉത്തരങ്ങൾ. പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് 3 സെക്കൻഡ് മതി നിങ്ങളുടെ പേപ്പർ എങ്ങനെയുള്ളതാണെന്ന് തീരുമാനിക്കാൻ. അവർ 100 കണക്കിന് പേപ്പറുകൾ നോക്കുന്നവരാണ്. നിങ്ങളുടെ ഉത്തരത്തിന് ഒരു ഘടനയില്ലെങ്കിൽ അവർക്ക് ദേഷ്യം വരും. പരിഹാരം, ഉത്തരങ്ങൾ പാരഗ്രാഫായി കുത്തി നിറച്ച് എഴുതാതെ പോയിന്റുകളായി എഴുതുക. ഇൻട്രൊഡക്ഷൻ, ബോഡി പോയിന്റ്സ്, കൺക്ലൂഷൻ എന്ന രീതി പിന്തുടരുക. നല്ല സ്ട്രക്ചറുള്ള ഉത്തരങ്ങൾക്ക് എപ്പോഴും കൂടുതൽ മാർക്ക് ലഭിക്കും. മിസ്റ്റേക്ക് 4, സ്റ്റഡിങ് വിത്തൗട്ട് എ പ്ലാൻ, പ്ലാൻ ഇല്ലാത്ത എഴുത്ത്. ചോദ്യപേപ്പർ കിട്ടിയ ഉടനെ ഉത്തരം എഴുതി തുടങ്ങുന്നത് വലിയ തെറ്റാണ്. പലരും ഒരു ഉത്തരം എഴുതി കഴിഞ്ഞാണ് അടുത്തത് ഏത് വേണമെന്ന് ആലോചിക്കുന്നത്. ഇത് കാരണം പരീക്ഷാ സമയത്ത് ഏകദേശം 20 മിനിറ്റോളം നമ്മൾ വെറുതെ ആലോചിച്ച് കളയും. അവസാനം സമയം കിട്ടാതെ അറിയാവുന്ന ഉത്തരങ്ങൾ പോലും എഴുതാൻ കഴിയാതെ വരും. പരിഹാരം, ചോദ്യപേപ്പർ കിട്ടിയ ആദ്യത്തെ 10 മിനിറ്റ് കൊണ്ട് ഏതൊക്കെ ചോദ്യങ്ങൾ എഴുതണം, ഏതൊക്കെ ഒഴിവാക്കണം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്യുക. ഏറ്റവും നന്നായി അറിയാവുന്നവ ആദ്യം എഴുതുക. മിസ്റ്റേക്ക് 5, ബാഡ് ഇംപ്രഷൻ, ആദ്യത്തെ മോശം ഇമേജ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നിങ്ങളുടെ ഉത്തരക്കടലാസിന്റെ ആദ്യ പേജുകളിൽ തന്നെ തെറ്റുകൾ വരുത്തുകയോ വെട്ടിക്കീറുകയോ മോശം ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിക്കുകയോ ചെയ്താൽ ടീച്ചർക്ക് നിങ്ങളെക്കുറിച്ചൊരു മോശം ഇമേജ് ഉണ്ടാകും. നിങ്ങളൊരു ആവറേജ് സ്റ്റുഡന്റ് ആണെന്ന് അവർ തീരുമാനിക്കും. പിന്നീട് അവർ ഓരോ വരിയും അരിച്ചു പെറുക്കി നോക്കി മാർക്ക് കുറയ്ക്കാൻ തുടങ്ങും. പരിഹാരം, ആദ്യത്തെ കുറച്ച് പേജുകൾ വളരെ വൃത്തിയായും കൃത്യമായും എഴുതുക. ഇത് ടീച്ചറുടെ മനസ്സിൽ നിങ്ങളൊരു മികച്ച വിദ്യാർത്ഥിയാണെന്ന് തോന്നലുണ്ടാക്കും. ബോണസ് ടിപ്സ്, ആരും ശ്രദ്ധിക്കാത്ത 2 രഹസ്യങ്ങൾ. ഡിസ്കസ് ചെയ്യരുത്. പരീക്ഷ കഴിഞ്ഞിറങ്ങിയാൽ ഉടനെ കൂട്ടുകാരുമായി ഉത്തരങ്ങൾ ചർച്ച ചെയ്യരുത്. ഏതെങ്കിലും ഉത്തരം തെറ്റാണെന്ന് അറിഞ്ഞാൽ അത് അടുത്ത പരീക്ഷയെ ബാധിക്കും. റീചെക്ക്, അവസാന 15 മിനിറ്റ്. എഴുതി കഴിഞ്ഞാൽ ഉടനെ പേപ്പർ നൽകരുത്. അവസാന 15 മിനിറ്റ് മുഴുവൻ ഉത്തരങ്ങളും ഒന്നുകൂടി വായിക്കുക. ക്വസ്റ്റ്യൻ നമ്പറുകൾ ശരിയാണോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ, ചിത്രങ്ങളിൽ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയോ എന്ന് ഉറപ്പുവരുത്തുക. കൺക്ലൂഷൻ, ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ സൂപ്പർ എക്സാം ടിപ്സ് എന്ന് കമന്റ് ചെയ്യുക. പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങളുടെ